السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد. يا أصحاب الوقت ويا صاحب الوقت أعظ نيابة عنكم وأضع جبهتي تحت قدميكم وما توفيقي إلا بالله عليه توكلت وإليه أنيب. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ നടപ്പിലാക്കുന്നവരാണ് സ്വഹാബികൾ. അതിൻ്റെ ഭാഗമാണ് പരിശുദ്ധ ദീനുമായി ബന്ധപ്പെട്ട് സാമ്പത്തികമായ ആവശ്യങ്ങൾ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് കൽപ്പിക്കുന്നു, അവർ ത്യാഗം ചെയ്ത് ആ കാര്യം പൂർത്തിയാക്കുന്നു. ഇന്നലെ നമ്മൾ ബദർ അനുസ്മരണ സദസ്സിൽ വച്ച് ഈ കാര്യം പറഞ്ഞപ്പോൾ സ്വതക്കയുമായി ബന്ധപ്പെട്ട്, പിരിവുമായി ബന്ധപ്പെട്ട് അതൊന്നുകൂടി വിശദമായി പറയണം എന്ന് ചില കൂട്ടുകാർ ആവശ്യപ്പെട്ടതനുസരിച്ച് ആ കാര്യം നമുക്ക് ഒരൽപ്പം വിശദമായി പറഞ്ഞ് അവസാനിപ്പിക്കാം. സ്വഹീഹുൽ ബുഖാരിയിൽ അബൂ മസ്ഊദുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അമറനാ ബിസ്സദഖ ഇൻതലഖ അഹദുനാ ഇലസ്സൂഖ് ഫയുഹാമിൽ ഫയുസീബുൽ മുദ് വഇന്ന ലിബഅദിഹിം ലമിഅത അൽഫ്. അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വതക്ക കൊണ്ട് കൽപ്പിച്ചാൽ, സ്വതക്ക ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടാൽ ഞങ്ങൾ എന്തു ചെയ്യും? ഞങ്ങൾ അങ്ങാടികളിലേക്ക് പോകും, ഞങ്ങൾക്ക് കഴിയുന്ന ജോലികൾ ഞങ്ങൾ ചെയ്യും, ബിസിനസ് ചെയ്യും, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യും. എന്നിട്ട് ഞങ്ങൾ സ്വതക്ക ചെയ്യാനുള്ള മുതൽ കണ്ടെത്തും. അത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകും. ചില ആളുകൾ അരമുദ്ദ് നൽകുന്നവർ ഉണ്ട്. ബുഖാരിയിൽ തന്നെ കാണാം, ഫജാ അബൂ അഖീലിൻ ബിനിസ്ഫി സ്വാഅ്, ഒരു സ്വാഇൻ്റെ പകുതി കൊണ്ടുവന്നു ഇബ്നു അബൂ അഖീൽ റളിയല്ലാഹു അൻഹു. മറ്റു പലരും അതിൽ കൂടുതൽ കൊണ്ടുവന്നു. ഞാനന്ന് 1,00,000 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശം മാനിച്ചുകൊണ്ട് സമ്പാദിച്ച് സംഭാവന ചെയ്തത് എന്ന് അബൂ മസ്ഊദുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഇതുപോലെ തന്നെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹോദരിമാർക്ക് പ്രത്യേകം വഅദ് പറയാൻ വേണ്ടി അവരെ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടി അവരോട് വഅദ് പറയും. ഫവഅളഹുന്ന വദക്കറഹുന്ന,
കാര്യമായ വഅളായിരിക്കും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറയാം. അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. കൂട്ടത്തിൽ പറഞ്ഞു, തസദ്ദഖ്ന, നിങ്ങൾ സ്വതക്ക ചെയ്യണം. ഫജഅൽന യതസദ്ദഖ്ന മിൻ ഹുലിയിഹിന്ന, ദീർഘമായ ഹദീസാണ്, അതിൻ്റെ പ്രസക്ത ഭാഗമാണ് വായിക്കുന്നത്. അങ്ങനെ ആ സ്ത്രീകൾ അവരുടെ ആഭരണങ്ങളിൽ നിന്ന് സ്വതക്ക ചെയ്യും. സഹീഹ് മുസ്ലിമിൽ ഈ ഹദീസ് കാണാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് പരിശുദ്ധ ദീനിന്, ആ ദീനിനെ സഹായിക്കാൻ എന്തും അവർ നൽകും. അവരുടെ ശരീരം തന്നെ നൽകും, ജീവൻ നൽകും, എല്ലാം നൽകും. അധ്വാനങ്ങൾ അതെപ്പോഴും അതിനു വേണ്ടിയാണ്. സാമ്പത്തികമായ ആവശ്യങ്ങൾ വരുമ്പോൾ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് കൽപ്പിക്കുന്നു, അവർ ത്യാഗികളായി ഏതെല്ലാം രൂപത്തിൽ അവർക്ക് ഹലാലായ സമ്പാദ്യമുണ്ടാക്കാൻ കഴിയുമോ ആ വഴിയിലൂടെയെല്ലാം അവർ വലിയ ത്യാഗികളായി ശ്രമം നടത്തി ആ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശങ്ങൾ പൂർത്തിയാക്കുന്നു. ഇതാണ് സ്വഹാബത്തിൻ്റെ പാരമ്പര്യം. ഇത് നമ്മൾ പ്രത്യേകം പറയാനുണ്ടായ കാര്യം. ഇന്നലെ നമ്മളത് ബദരീങ്ങളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു വാക്ക്, ഞങ്ങളുടെ സമ്പത്തിൽ നിന്ന് അങ്ങ് എടുക്കുന്നതാണ് ഞങ്ങൾക്കിഷ്ടം, കാരണം അത് അങ്ങയുടേതാണ്. ഞങ്ങളുടേതാണെന്ന് പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അങ്ങയുടേതാണ്, ഞങ്ങളും ഞങ്ങളുടേതെല്ലാം എന്ന ആ വാക്ക് വിശദീകരിച്ചുകൊണ്ടാണ് ഇത് ഇന്നലെ നമ്മൾ പറഞ്ഞത്. ഇത് പറയാനുള്ള പുതിയൊരു സാഹചര്യം, പരിശുദ്ധ റമദാൻ വരുമ്പോൾ പല പണ്ഡിതന്മാരെന്ന് പറയുന്ന ആളുകളും അവർ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ കയറിയിട്ട് ഒരു പ്രത്യേക അമലായി പിരിവിനെ കൊണ്ടുവരുന്നത് കണ്ടപ്പോൾ മശായിഖന്മാർ ആ കാര്യം എല്ലാവരെയും ഓർമ്മപ്പെടുത്തി. അതവരുടെ ബാധ്യതയാണ്, അവർ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി വന്ദിരായ ശൈഖുന ചില കാര്യങ്ങൾ കഴിഞ്ഞ റമദാൻ 10 അന്ന് പറഞ്ഞിരുന്നു. അത് വലിയ ചർച്ചയായി. പിരിവുമായി ബന്ധപ്പെട്ട് നടന്ന ഉത്ബോധനമായതുകൊണ്ട് പലർക്കും നേരിൽ തന്നെ അത് കൊണ്ടു. കാരണം പിരിവ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അത് അവരെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ കഴിയാത്ത ഒരു സംഭവമാണ്. എന്തായിരുന്നു ശൈഖുന അവിടെ പറഞ്ഞിരുന്നത്? പരിശുദ്ധമായ ദീനിന് ഒരു നിലപാടുണ്ട്. ആ നിലപാടനുസരിച്ച് വേണം എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകാൻ. ശൈഖുന അവിടെ പറഞ്ഞ ഒരു 5 കാര്യങ്ങൾ, വേറെയും വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ. 1, റമദാനോടുള്ള ആദരവ് നിലനിർത്തണം. റമദാൻ എന്ന് പറയുമ്പോൾ അത് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ്. പരിശുദ്ധ ഖുർആൻ ഓതേണ്ട മാസമാണ്, കൂടുതലായി ഓതേണ്ട മാസം. അതേപോലെ ദിക്ർ ചൊല്ലേണ്ട മാസം, തൗബ ചെയ്യേണ്ട മാസം. തൗബ എല്ലാ മാസവും ചെയ്യണം, പ്രത്യേകിച്ച് റമദാനിൽ ചെയ്യണം. അതുപോലെ തന്നെ തറാവീഹിൻ്റെ മാസം. ഇങ്ങനെയുള്ള സ്പെഷ്യലായി കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളിൽ വ്യാപൃതരാവേണ്ട മാസമാണ് പരിശുദ്ധ റമദാൻ. റമദാനിനെ അങ്ങനെ തന്നെ പരിഗണിക്കേണ്ടതുണ്ട്. എന്നിട്ട് അവിടെ ശൈഖുന പറഞ്ഞു, നമ്മുടെ മജ്ലിസുകൾ, മറ്റു മാസങ്ങളിലൊക്കെ നടക്കുന്ന നമ്മുടെ വഅളുകൾ, അതുപോലെ സുന്നത്ത് ജമാഅത്തിൻ്റെ ആദർശങ്ങളിൽ വെള്ളം ചേർക്കാൻ ചിലർ ഒരുങ്ങുമ്പോൾ അതിനെതിരെ നടത്തുന്ന നമ്മുടെ പ്രഭാഷണങ്ങൾ, ഇതെല്ലാം നമ്മൾ നിർത്തിവെക്കുന്നത് എന്തുകൊണ്ടാണ്? അതൊരു മോശമായ പണിയായതുകൊണ്ടല്ല, മറിച്ച് നമ്മൾ പരിശുദ്ധ റമദാനാകുമ്പോൾ അതിൽ പ്രത്യേകമായി ചെയ്യേണ്ട അമലുകളുണ്ട്. ആ അമലുകളിൽ വ്യാപൃതരാകേണ്ടത് കൊണ്ടാണ് അത് നിർത്തിവെച്ചത്. ഏതുപോലെ ഖുർആൻ പഠിപ്പിക്കുക, നമ്മുടെ ദർസ്, മദ്രസ, ഇതിലൊക്കെ ചെയ്യുന്ന അതാണല്ലോ. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു.
നിങ്ങളിൽ ഏറ്റവും ഉത്തമർ പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. ഇത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. ആ പറഞ്ഞ പരിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണ്. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമർ. ദർസിലും മദ്രസിലൊക്കെ അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പം അതുവരെ നമ്മൾ തൽക്കാലം അവിടെ നിർത്തിയിട്ട് ഖുർആൻ ഓതുക, അതുപോലെ റമദാനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നതിലേക്ക് മാറ്റിയത് എന്തിനാ? പരിശുദ്ധമായ ഈ മാസത്തിൽ പ്രത്യേകം ചെയ്യേണ്ട കാര്യങ്ങളെ പരിഗണിക്കാനാണ് എന്ന് ഉദാഹരണ സഹിതം പറഞ്ഞു കൊടുത്തു. വളരെ വ്യക്തമാണ് കാര്യം. അപ്പോൾ ഒരു സമയത്ത് ഒരു അമല് നിർദ്ദേശിക്കപ്പെട്ടാൽ അത് ഒഴിവാക്കിയിട്ട് അല്ലെങ്കിൽ അതിനേക്കാൾ മറ്റൊന്നിന് പ്രാമുഖ്യം നൽകി ചെയ്യുമ്പോൾ അത് ശരിയായ നിലപാടല്ല, നടപടിയല്ല. ഇത് പറയേണ്ടത് തന്നെയല്ലേ? അതിന് ഞാൻ ഇന്നലെ ഒരു ഉദാഹരണവും പറഞ്ഞിരുന്നു. നമ്മൾ വെള്ളിയാഴ്ച അൽ കഹ്ഫ് സൂറത്ത് ഓതേണ്ട സമയമാണ്. വെള്ളിയാഴ്ച സ്വലാത്ത് ചൊല്ലേണ്ടതാണ്. അപ്പോൾ ആ സമയത്ത് ഒരു പ്രസംഗം, അതിനെ സംബന്ധിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഓർമ്മപ്പെടുത്തുകയും ചെയ്തിരുന്നു. ആരാണോ ഈ പിരിവിന് വേണ്ടി നടക്കുന്നത് അവരൊക്കെ തന്നെ നേരത്തെ പറഞ്ഞിരുന്ന കാര്യമായി അവരുടെ വാദമനുസരിച്ചുള്ള സംഗതി തന്നെ അവർക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കുകയും ചെയ്തിരുന്നു. സത്യത്തിൽ ആ ഒരു ഉപദേശം കേൾക്കുമ്പോൾ അത് സ്വീകരിക്കുകയായിരുന്നു വേണ്ടത്. സ്വീകരിച്ചവരുണ്ട് ഒരുപാട്. അതേ സമയത്ത് ചിലർക്ക് എന്ത് കേട്ടാലും വിമർശിക്കണം. കാര്യങ്ങളുടെ വ്യക്തമായ ഭാഗം വിട്ട് മറ്റെന്തോ ആക്കി അതിനെ ചിത്രീകരിച്ച് വിമർശിക്കുക, പരിഹസിക്കുക. റമദാനിൽ പോലും ശൈഖുന പറയുന്ന അതാണ്. റമദാനായാൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകും, എന്നിട്ട് അവിടെ പിരിവോട് പിരിവ്. ഓരോ സ്ഥലങ്ങളിലും മുതലാളിമാരും തേടിപ്പോയി അവരോടത് പറഞ്ഞ് ഇത് പറഞ്ഞ് പിരിവ് നടത്തുന്ന സംഭവം. മറ്റുള്ളതൊക്കെ അവഗണിക്കപ്പെടുന്നു. അപ്പം വേറെ ഉദാഹരണമൊന്നും വേണ്ട. നമ്മളൊക്കെ തന്നെയും അവരുടെ കൂടെയായ കാലങ്ങളിൽ റമദാനു ഷരീഫ് വരുമ്പോൾ അതിനു മുമ്പ് തന്നെ ടിക്കറ്റ് എടുത്ത് വിസ എടുത്ത് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകും. എന്നിട്ട് അവിടെ നമ്മൾ പ്രാധാന്യത്തോടെ കാണുന്നത് പിരിവാണ്, പൈസ ഉണ്ടാക്കലാണ്, സ്ഥാപനങ്ങൾക്കാണ്. അപ്പോൾ ആ ക്യാഷ് നമ്മൾ ഉണ്ടാക്കുക എന്ന ചിന്തയിൽ മറ്റതൊക്കെയും നമ്മൾ അവഗണിക്കുന്ന എത്രയോ സംഭവങ്ങൾ നമ്മളൊക്കെ തന്നെ അനുഭവിച്ചതാണ്. ഇനി വേറെ പറയേണ്ട കാര്യമില്ല. അപ്പം അങ്ങനെ പരിശുദ്ധ റമദാനുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങളെ അവഗണിച്ചുകൊണ്ട് പ്രത്യേകമായ ഒരു അമലായി പിരിവിനെ കൊണ്ടുവരുന്നത് ശരിയല്ല. അവിടെ ശൈഖുന ചോദിച്ചിരുന്നു, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അല്ലെങ്കിൽ അമ്പിയാക്കന്മാരെ വാരിസീങ്ങളാണ് എന്നാണല്ലോ പറയുന്നത്. ഇതൊക്കെ ഏത് നബിയുടെ വിറാസത്താണ് എന്ന് ചോദിച്ചിരുന്നു. പ്രസക്തമായ ചോദ്യമാണല്ലോ അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാനായാൽ എന്താ ചെയ്യാം? ഇവര് പറഞ്ഞ കണക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടിയിരുന്നത്? ഓരോ നാട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോവുക, അല്ലെങ്കിൽ പിന്നെ അന്നുള്ള ഓരോ ഗോത്രങ്ങളിലേക്ക് പോവുക. മദീനത്തായാലും പരിസരങ്ങളിലായാലും പല ഗോത്രങ്ങളും പരിശുദ്ധ ദീന് സ്വീകരിച്ച ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഓരോ ദിവസവും ഓരോ ഗോത്രങ്ങളിലേക്ക് പോകുക, എന്നിട്ട് പിരിവിനായിട്ട് ചെല്ലുക, എന്നിട്ട് അതിന് പ്രാമുഖ്യം നൽകി അതൊരു പ്രത്യേകമായ അമലാക്കി. അങ്ങനെ ഉണ്ടോ? അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോ സ്വഹാബിനെ വിളിക്കുക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഇന്ന സ്ഥലത്തേക്ക് പോകാൻ പറയാം പിരിവിന്. ഉമർ തങ്ങൾ വേറൊരു സ്ഥലത്ത് പോവുക, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മറ്റൊരു സ്ഥലത്ത് പോവുക, അലിയാർ വേറൊരു സ്ഥലത്തേക്ക് റളിയല്ലാഹു അൻഹു. ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ സ്വഹാബത്തിൻ്റെ വിറാസത്ത് പോലും അതിലില്ല. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുമ്പ് ജീവിച്ച അമ്പിയാക്കന്മാരിൽ ഏതെങ്കിലും ഒരു നബിൻ്റെ വിറാസത്തുണ്ടോ? അത് ഇല്ല. അപ്പോൾ ആ ഒരു റമദാനിന് നൽകുന്ന പരിഗണന അങ്ങനെ തന്നെ നൽകണം. ഇതാണ് അവർ ഉപദേശിച്ച് തരുന്നത്. അല്ലാതെ ദീനീ സംരംഭങ്ങളിലേക്ക് ഓരോരുത്തർ സംഭാവന ചെയ്യുന്നു,
അതിനുവേണ്ടി പ്രേരിപ്പിക്കുന്നു, അതൊന്നുമല്ലല്ലോ നമ്മുടെ വിഷയം. ഒരു വിഷയം പറയുമ്പോൾ അതിൻ്റെ മർമ്മത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കണം. ഇപ്പോൾ നമ്മൾ മുമ്പൊക്കെ പറഞ്ഞിരുന്ന പ്രധാന ഒരു വിഷയമാണ് ജുമുഅ ജമാഅത്തിന് വേണ്ടി സ്ത്രീകൾ പുറപ്പെടാൻ പാടില്ല വീടുകളിൽ നിന്ന്. അവർക്ക് വീടാണ് ഉത്തമം. അപ്പോൾ അവർ പള്ളിയിലേക്ക് കടക്കുന്നതിനെന്തോ പ്രശ്നമുണ്ട് എന്ന് പറയാൻ പാടുണ്ടോ? പള്ളിയിലേക്ക് കയറാന്നുള്ളതല്ലല്ലോ അവിടുത്തെ വിഷയം. എന്ന് പറഞ്ഞ പോലെ ദീനിൻ്റെ കാര്യങ്ങളൊക്കെയും എല്ലാവരും കൊടുത്ത് പിരിവ് നടത്തി ചെയ്യുന്ന സംഭവമാണ്. അതിലിപ്പോൾ ആർക്കും അവിടെ തർക്കമുള്ളത്? ഞാനാണ് അതിൻ്റെ രീതി അറിയിക്കാനാണ് ആദ്യത്തെ ഹദീസ് ഉദ്ധരിച്ചത്. അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസ് എന്താ അവർ പറഞ്ഞ്, ദീനിൽ ഒരു കാര്യം ആവശ്യമായി വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് കൽപ്പിക്കും, അപ്പം ഞങ്ങളത് ചെയ്യും. അതാണ് അതിൻ്റെ രൂപം. അതേത് സമയത്താണോ അവർക്ക് സാമ്പത്തികമായ ആവശ്യം നേരിടുന്നത് ആ സമയത്ത് കൽപ്പിക്കും, അപ്പോൾ ചെയ്യും. അതുകൊണ്ട് ഇത് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. ഇതിനൊക്കെ ഒരു ശൈലിയുണ്ട് ഇവിടെ. ആ ശൈലി വിട്ട് ഇതൊരു പ്രത്യേക അമലാക്കി ഇങ്ങനെ നടത്തുക, അതിനെയാണ് ശരിയായ നിലപാടല്ല എന്ന് മശായിഖന്മാർ പറഞ്ഞു തന്നത്. അതോടൊപ്പം ഒരു കാര്യം കൂടി അതിൽ പറഞ്ഞു. അതെന്താ? ഉലമാഇൻ്റേതായ ഒരു നിലവാരമുണ്ട്. നിങ്ങൾ പറയുന്നത് നിങ്ങൾ ഉലമാ ആണെന്നാണ്, നിങ്ങളുടെ വാദമനുസരിച്ചാണ് പറയുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് പറ്റാത്ത ശൈലി അതെന്താ? റമദാനിന് പോകുന്നു എന്ന് മാത്രമല്ല, അല്ലെങ്കിൽ റമദാൻ ശരീഫ് ഒരു പിരിവിൻ്റെ മാസമാക്കി മാറ്റുന്നു എന്നത് മാത്രമല്ല, വലിയ വലിയ മുതലാളിമാരും പൈസക്കാരുമായ ആളുകളെടുത്ത് ചെന്ന് അവരെ മുന്നിൽ എത്രയോ സമയം ഇരുന്ന് അവർക്ക് വേണ്ടി മസ്അല വരെ മാറ്റിയിട്ട് അവരെന്ത് ചെയ്താലും പ്രതികരിക്കാതെ അവർക്ക് വിധേയപ്പെട്ട് നിൽക്കുന്ന രൂപം, അതാണ് പരിശുദ്ധ റമദാനൊക്കെ ആവുമ്പോൾ പ്രത്യേകമായ ചിലരെ അമല് തന്നെ എന്താ? വലിയ വലിയ വ്യവസായ പ്രമുഖരെന്ന് പറയുന്ന ആളുകളോടൊപ്പമുള്ള ഫോട്ടോസുകൾ, അവരോടൊപ്പം ഇരിക്കുന്ന, നടക്കുന്ന, ചിരിക്കുന്ന, കിടക്കുന്ന ഫോട്ടോകൾ, ഇതൊക്കെ വലിയ സംഭവമായിട്ട് കൊണ്ടുവന്ന് ഒരു മുതലാളിമാരെ അടിമകളായി മാറുക. അതേസമയത്ത് മഹാന്മാരായ ഔലിയാക്കന്മാർ, മശായിഖന്മാർ, അവരെ കൂടെ ഇരിക്കുന്ന, അവരുമായി ബന്ധപ്പെട്ടത് വരുമ്പോൾ അതിൽ ബേജാറായി അത് വിഷയം തന്നെ മാറ്റി അത് കച്ചവടാക്കി പലേതുവാക്കുകയാണ്. ഇത് ശരിയായ നിലപാടല്ല. പരിശുദ്ധ ദീനിൽ ആലിം എന്നവർക്ക് ചേർന്നതല്ല അത്. ഇതും വന്നിരായ ശൈഖുന അവിടെ ഓർമ്മപ്പെടുത്തിയിരുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശൈഖുന പറഞ്ഞൊരു ലഫ്ദുണ്ട് അവിടെ. അവർ പറഞ്ഞു കൊടുക്കുന്ന രൂപത്തിൽ ദീന് മാറ്റിയിട്ട് അവരെ മുറബ്ബിയായ ശൈഖായി കാണുക. മുതലാളിമാർക്ക് എന്തും ചെയ്യാം, അവർ ചെയ്താൽ ആരും ഒന്നും പറയൂല. അതൊരു നാടനാണെങ്കിൽ പിന്നെ പറയേണ്ടതില്ല, അവർ പറയാഞ്ഞ് ബാക്കിയൊന്നും ഉണ്ടാവില്ല. അങ്ങനല്ലേ? ഇപ്പം നാടനായ ഒരാൾ മുജാഹിദ് സമ്മേളനത്തിന് പോയി, സാധാരണക്കാരനൊരാൾ, ആ ആൾ വല സമ്മേളനത്തിൽ അല്ലെങ്കിൽ യോഗത്തിൽ വന്നാൽ എന്താ വല ചെയ്യാം? ഓല് പറയും വരാൻ പാടില്ല, ശരിയല്ല എന്ന് പറയും. അയാളെ ബഹിഷ്കരിക്കും ചിലപ്പോൾ. പഴയ കാലത്ത്, ഇപ്പം പിന്നെ എല്ലാം കണക്കായി. അതേ സമയത്തൊരു മുതലാളിയാണ് അത് ചെയ്യുന്നതെങ്കിലോ അയാൾക്ക് അഫ്വ് ചെയ്യാം, അയാളോടത് പറയുന്നതല്ല, അയാൾക്ക് ഏത് സമ്മേളനത്തിലും പോകാം. ഇവർ ഹറാമാണെന്ന് പറയുന്ന എല്ലാ സംഭവവും അയാൾക്ക് അനുവദിക്കപ്പെട്ടത്. ഇങ്ങനെയൊക്കെ മുതലാളിമാർക്ക് മുമ്പിൽ ഇരിക്കുന്ന സംഭവം അത് വിമർശിക്കപ്പെട്ടതാണ് മുമ്പ് തന്നെ. അത് യഥാർത്ഥ ആലിമിൻ്റെ ലക്ഷണമല്ല എന്ന് ഇവിടെ സ്ഥിരപ്പെട്ടതാണ്. അതാണ് വന്ദ്യരായ ശൈഖുന ഓർമ്മപ്പെടുത്തിയത്. ഞാൻ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അതുപോലെയുള്ള മഹാന്മാർ പറഞ്ഞ ഒന്ന് രണ്ട് വാക്കുകൾ ഞാൻ ഇവിടെ പറയാം. സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇഹ്യയിൽ ഉദ്ധരിക്കുന്ന ഒരു വാക്ക്, അതുപോലെ പലരും ഉദ്ധരിച്ച സംഭവം പല കിതാബിലുമുണ്ട്. ഇദാ റഅയ്തും ആലിമൻ യഖ്തലിഫു ഇലൽ ഉമറാഇ ഫഅലമു അന്നഹു ലിസ്സുൻ
ഇത് പഴയ കാലത്ത് രേഖപ്പെടുത്തിയപ്പെട്ടൊരു സത്യമാണ്. ഒരു പണ്ഡിതനെ നിങ്ങൾ കണ്ടാൽ, പണ്ഡിതനെന്ന് പറയപ്പെടുന്ന ഒരാളെ, അയാൾ യഥാർത്ഥത്തിൽ പണ്ഡിതനാണോ അല്ലേ എന്നൊക്കെ വേറെ ചർച്ചയാണ്. പണ്ഡിതനെ നീ കണ്ടു, എന്താ അയാളുടെ പരിപാടി, എന്താ അയാളുടെ സ്വഭാവം, ശൈലി എന്താ? യഖ്തലിഫു ഇലൽ ഉമറാ, എപ്പോഴും പൈസക്കാരുടെ മുതലാളിമാരെ സമീപത്തേക്ക് ഇങ്ങനെ പോകലാ മൂപ്പരെ പണി. അവിടെ നിന്ന് പോവും, അപ്പുറത്തൊന്ന് പോവും, ഓൻ പറഞ്ഞു കേട്ടിരിക്കും. ഫഅലമു അന്നഹു ലിസ്സുൻ, എന്നാൽ നീ ഉറപ്പിച്ചോളണം, അപ്പറഞ്ഞ ആ ആളുണ്ടല്ലോ, പണ്ഡിതനാന്ന് പറയപ്പെടുന്ന ആൾ, അയാൾ കള്ളനാണ്, അയാൾ വ്യാജനാണ്, അയാൾ കള്ളനാണ് എന്ന് നീ മനസ്സിലാക്കണം. ഏതെങ്കിലും ഉമറാക്കളിൽപ്പെട്ട ഒരാൾ ഒരു കല്യാണത്തിന് വിളിച്ചു പോകുന്നതല്ല ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എന്തോ ഒരു പരിപാടി ഉണ്ട് അതിന് പോകുന്നതല്ല പറയുന്നത്, മറിച്ച് അതാ അതിൻ്റെ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ഇദാ റഅയ്തുമുൽ ആലിമ യഗ്സൽ ഉമറ. സഈദ് ഇബ്നുൽ മുസയ്യിബ് തങ്ങളിൽ നിന്ന് ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഇമാം ഗസാലി തങ്ങൾ ഉദ്ധരിച്ച വാക്ക് അങ്ങനെയാണ്. അവര് ആ പണക്കാരനെ പൊതിഞ്ഞ് അവന് വേണ്ട ഹെൽപ്പൊക്കെ ചെയ്ത് അവൻ്റെ മുമ്പിൽ ഓച്ചാനിച്ച് അവൻ പറയുന്നതനുസരിച്ച് ദീനിനെ മാറ്റി അവന് വേണ്ടി അവൻ്റെ ഒരു അടിമയായി പണം എന്ന ഒറ്റ കാര്യത്തിന് വേണ്ടി നിൽക്കുന്നുണ്ടെങ്കിൽ ഫഹ്തരിസൂമിൻ, നിങ്ങൾ അവനെ സൂക്ഷിക്കണം, അവനിൽ നിന്ന് നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്നഹു ലിസ്സുൻ, അവൻ കള്ളനാണ്. ഇതല്ലേ മശായിഖന്മാർ പറഞ്ഞേ നിങ്ങളോട്? ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞു, ഇന്ന ഉനാസം മിൻ ഉമ്മത്തി സയതഫഖഹൂന ഫിദ്ദീൻ, എൻ്റെ ഉമ്മത്തീങ്ങളിൽപ്പെട്ട ചിലര് അവർ വലിയ വിവരം പഠിക്കുന്ന ആളാണെന്ന് പറയും. വയഖറഊനൽ ഖുർആൻ, അവർ ഖുർആനോതും, പല ഫിഖ്ഹിൻ്റെയും മറ്റു നിയമങ്ങളും കാര്യങ്ങളൊക്കെ പോലെ പഠിക്കും. ഓല പണി എന്താ? മുതലാളിമാരെടുത്ത് പോകൽ തന്നെ. ഓല പണിയിൽ പ്രധാനപ്പെട്ട സംഭവം അതാണ്. ഈ പണക്കാരെടുത്ത് പോയി അവരുടെ മുമ്പിൽ എല്ലാം ബലിയർപ്പിച്ച് നിൽക്കുക. എന്നിട്ട് ഒരു പറയുന്നത് നഅ്തിൽ ഉമറാ ഫനുസീബു മിൻ ദുനിയാഹു, ഞങ്ങൾ അങ്ങനെയുള്ള മുതലാളിമാരെടുത്ത് പോകുന്നത് അവരിൽ നിന്ന് ദുനിയാവ് സ്വീകരിക്കാനാണെന്ന് പറഞ്ഞാൽ പൈസ കിട്ടാനാണ്. വനഅ്തസിലുഹും ബിദീനിന, ദീനൊക്കെ ഞങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ പഠിച്ചതനുസരിച്ച് ഞങ്ങൾ കൊണ്ടുപോകും, അത് മുതലാളിമാരുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അതേ സമയത്ത് അവരിൽ നിന്ന് ക്യാഷ് വാങ്ങാൻ വേണ്ടി പോവാണ്, ദീനിനെ അവരോട് ബന്ധപ്പെടുത്തൂല എന്നവർ വാദിക്കും. വയഖൂലൂൻ വലാ യകൂനു കദാലിക്, എന്നാൽ മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, കാര്യം അങ്ങനെയല്ല, കാര്യം അങ്ങനെ ആവൂല. കമാ ലാ യുജ്തനാ മിനൽ ഖതാദി ഇല്ല ഷൗഖ്, നല്ല മുള്ള് മാത്രമുള്ള മരത്തിൽ നിന്ന് മുള്ളല്ലാതെ വരുമോ എന്നത് നിങ്ങൾ മനസ്സിലാക്കണ്ടേ. കദാലിക ലാ യുജ്തനാ മിൻ ഖുർബിഹിം ഇല്ലൽ ഖതായ, ഇതുപോലെ ഇത്തരം പണ്ഡിതന്മാരെന്ന് പറയുന്നവർ ആ സമ്പന്നരായ ആളുകൾക്ക് വേണ്ടി സർവവും മാറ്റുമ്പോൾ അവരോടുള്ള അടുപ്പം ഇവർക്ക് ദോഷങ്ങളല്ലാതെ മറ്റു വല്ലതും ഉണ്ടാക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല മറ്റൊരു ഹദീസിൽ ഇഹ്യയിൽ തന്നെ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശിറാറുൽ ഉലമാ അല്ലദീന യൗതുൽ ഉമറാ, പണ്ഡിതന്മാരിൽ ഏറ്റവും ചീത്ത ആളുകൾ ഇങ്ങനെയുള്ള മുതലാളിമാരുടെ അടിമകളായി അവരെ മുമ്പിൽ ഓച്ചാനിച്ചു നിന്ന് അവർക്ക് വേണ്ടി പണിയെടുക്കുന്ന, അവരുമായി ബന്ധപ്പെട്ട് അവരടുത്ത് ചെന്ന് മാത്രം നിൽക്കുന്നവരാണ്. എന്നാ വഖിയാറുൽ ഉമറാ അല്ലദീന യഅ്തൂനൽ ഉലമാ, നല്ല നല്ല മുതലാളിമാരുണ്ട്, നല്ല സമ്പന്നരുണ്ട്, ദീനിനെ സഹായിക്കുന്ന ഒരുപാട് ഉമറാക്കളുണ്ട്. അവര് ദീനിന് കൊടുക്കാനുള്ളത് ഇങ്ങോട്ട് വരുത്തിയിട്ട് കൊടുക്കുന്നവരല്ല, അവർ അവരുടേതായ കാര്യങ്ങൾ, അത് സക്കാത്തായാലും സ്വതക്കയായാലും ആവശ്യമായ സ്ഥലത്തേക്ക് അങ്ങോട്ടെത്തിച്ചു കൊടുക്കുന്നവരാണ്. അതാണ് യഥാർത്ഥ ഉമറായിൻ്റെ സ്വഭാവം. അവർ പണ്ഡിതന്മാരെടുത്ത് പോയി ആവശ്യമുള്ളത് അങ്ങോട്ട് കൊടുക്കും. അവർ ഖൈറായ ഉമറ ആണെന്ന് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഉമറാക്കൾ അല്ലെങ്കിൽ മുതലാളിമാർ, നല്ല പൈസക്കാർ, അവരെന്താ ചെയ്യേണ്ടത്? അവരുടെ സക്കാത്ത് അത് പാവപ്പെട്ടവർക്ക് കൊടുക്കാറിനാൽ അത് അവരുടെ ഔദാര്യമൊന്നുമല്ല,
പാവപ്പെട്ടവരുടെ അവകാശമാണ്. ഇതുപോലെ സ്വതക്ക, ഇതൊക്കെ അവർക്ക് സമ്പത്ത് കൊടുത്ത റബ്ബ് അവരോട് നിർദ്ദേശിച്ച കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവർ ചെയ്യേണ്ടതാണത്. അപ്പോൾ എത്രയേ പറഞ്ഞു കൊടുക്കേണ്ടതുള്ളൂ? ഇന്ന കാര്യം ദീനിൽ ആവശ്യമുണ്ട് എന്ന് ഉലമാ പറഞ്ഞു കൊടുക്കുന്നു. ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കാം. ആ ആവശ്യം മനസ്സിലാക്കി ഉമറാ അവരോട് ഇങ്ങോട്ട് ചെന്ന് അത് പൂർത്തിയാക്കുകയാണ് വേണ്ടത്. അങ്ങനെയല്ലേ ചെയ്തത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ തങ്ങളെ വീട്ടിൽ പോയി അങ്ങോട്ട് പിരിവണത്തിയതല്ല. ദീനിൽ ഇന്ന ആവശ്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവരങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്തതാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഇങ്ങനെയുള്ള അന്നത്തെ സമ്പന്നരൊക്കെയും ഇന്നും അങ്ങനെയാണ്. ഇപ്പം ഇവിടെ തന്നെ നമ്മളിവിടുത്തെ സംഭവങ്ങളൊക്കെ നടത്തുന്നത് ആളുകളിൽ നിന്ന് ഈ സംഭാവനകൾ വാങ്ങിയിട്ടല്ലേ. അപ്പം ഇന്ന ആവശ്യമുണ്ട്, നമുക്ക് ബദർ നേർച്ച നടത്തണം, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഇന്ന ഒരു സംരംഭം വേണം, ഇവിടെ നമുക്കൊരു മജ്‌ലിസ് നടത്തണം, അതിനാവശ്യമായ സംഖ്യകൾ അത് നിങ്ങളെല്ലാവരും കൂടി ചെയ്യണം എന്നൊരു കൽപ്പന. പക്ഷെ ആ കൽപ്പിക്കുന്ന ആൾ ആരാകണം? മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാരിസാകണം. അവർ കൽപ്പിക്കുന്നു, പൈസ ഉള്ള ആളുകൾ അല്ലെങ്കിൽ ഇല്ലാത്തവരാണെങ്കിൽ അവർ സംഘടിപ്പിച്ചു കൊണ്ടുപോയി കൊടുക്കുന്നു. ഇതല്ലേ രീതി? അതല്ലേ ഞാൻ നേരത്തെ വായിച്ച ഹദീസിലുള്ളത്? അപ്പൊ ആ രീതിയിൽ നിന്ന് മാറി പണത്തിന് വേണ്ടി ദീന് വിൽക്കുന്ന ആളുകൾ, അതാണ് മശായിഖന്മാർ വിമർശിക്കുന്നത്. വലിയ ഫിത്നയാണത്. പണ്ടുകാലത്ത് തന്നെ ബനൂ ഇസ്രായീൽ പോലെയുള്ള പഴയകാല സമൂഹത്തിന്റെ നാശം തന്നെ ഉണ്ടായത് ഈ ഒരു നിലപാട് കൊണ്ടാണ്. സാധാരണക്കാരൻ കട്ടാൽ അത് വിഷയാക്കും, അവൻ്റെ കൈമുറിക്കും, അല്ലെങ്കിൽ അതിന് ശിക്ഷ കൊടുക്കും. ആ കട്ടത് ഒരു മുതലാളിയാണെങ്കിൽ അയാൾക്ക് മാപ്പ് കൊടുക്കും. മുതലാളിമാർ, പണക്കാർ ദീനിനെതിരെ പറഞ്ഞാൽ മിണ്ടൂല. ഇതുകൊണ്ടല്ലേ ബനൂ ഇസ്രായേൽ മുഴുവനും നശിച്ചുപോയത്. ഇതേ സംരംഭം ഇവിടെ വരാതിരിക്കാൻ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതാണിപ്പോൾ അങ്ങനെയുള്ള മുതലാളിമാരെടുത്ത് പോകുമ്പോൾ ഇവർ പറയും, ഇനി നമ്മൾ മുജാഹിദ് ജമാഅത്ത് ഇങ്ങനെ പറഞ്ഞ് ഇതിനു വേണ്ടി സമയം കളയണ്ട. ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ സ്വീകരിച്ച് ഇവർ അങ്ങോട്ട് മാറും. മൂപ്പരെ മാറ്റല്ല, മൂപ്പരും ഏതൊരു മുതലാളിയാണെങ്കിലും അയാൾക്ക് അയാളെ ബിസിനസ്സാവും വലുത്. ബിസിനസ്സിന് ആവശ്യമായ ഇടപെടലുകളും കാര്യങ്ങളൊക്കെ അയാൾ നടത്തും. അദ്ദേഹത്തെ കുറ്റം പറയാനൊന്നുമില്ല അതാരായാലും. അതേ സമയത്ത് അത് ശ്രദ്ധിക്കേണ്ടത് ഈ പണ്ഡിതന്മാരല്ലേ, അവർ ശ്രദ്ധിക്കേണ്ടിയല്ലേ ഇത്? പിരിവിൻ്റെ രംഗം തന്നെ ഇപ്പോൾ വളരെ മോശമായി കിടക്കുക. കാരണം 100 റുപ്യ ഒരാൾ കൊടുത്താൽ 60 ആ പറഞ്ഞ സംഭവത്തിന്, 40 ഈ കൊണ്ടുവന്ന ഈ വാങ്ങുന്ന ആൾക്കും കമ്മീഷൻ. ഇതൊക്കെ എന്ത് സംഭവമാണ്? ആരനുവദിച്ചതാ ഇതൊക്കെ? മാത്രമല്ല ദീനി എന്ന് പറഞ്ഞാൽ ഈ സ്ഥാപനം പള്ളി ഉണ്ടാക്കല. നമുക്ക് തോന്നിയത് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് അതൊക്കെ ദീനാന്ന് അറിഞ്ഞ് പിരിവെടുത്തല്ല. ഇതൊക്കെ ഏടുന്ന് പഠിച്ചത്? ആരുണ്ടാക്കിയതാണ്? ഇതൊക്കെ നിർദ്ദേശത്തിൽ ചെയ്യേണ്ട സംഭവമല്ലേ? അപ്പൊ അതുകൊണ്ട് ഇവിടെ പറഞ്ഞ കാര്യം വളരെ വ്യക്തം. ഇത് സമൂഹത്തിൽ മുമ്പേ ഉലമ ഓർമ്മപ്പെടുത്തിയതാണ്. ഇമാം ഗസാലി തങ്ങളുടെ വാക്ക് തന്നെ ഞാൻ ഒന്നുകൂടി ഉദ്ധരിക്കുന്നു. പണ്ഡിതന്മാരായ ആളുകൾ മുതലാളിമാരെ സമീപിച്ച് അവർക്ക് വേണ്ടി ജീവിച്ച് അവരെ മുമ്പിൽ ഓച്ചാനിച്ചു നിന്ന് അവരുടെ സ്വന്തം ആളാകുന്നതിനെ സംബന്ധിച്ച് ഇമാം ഗസാലി തങ്ങൾ പറയുന്നു, വഹാദിഹി ഫിത്നത്തുൻ അളീമത്തുൻ ലിൽ ഉലമാ. ഈ സംഭവം ഇത് പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം വലിയ ഫിത്നയാണ്. പിശാചിന് അവരിലേക്ക് വരാനുള്ള വഴിയാണ്. ദരീഅത്തുൽ ലിശ്ശൈത്വാൻ. പിശാചിന് ഈ പണ്ഡിതന്മാരെ പിടിക്കാനുള്ള എളുപ്പ വഴിയാണ്. ലാ സിയമാ മൻ ലഹു ലഹ്ജത്തും മഖ്ബൂല. ശരിക്കും ശ്രദ്ധിച്ചോളി. ഗസാലി ഇമാം 5-ാം നൂറ്റാണ്ടിൽ എഴുതി വെച്ച സംഭവം ഇത്. പണ്ഡിതന്മാരിൽ നിന്ന് നല്ല വാക്ക് സാമർത്ഥ്യമുള്ള ആള് ഗസാലി ഇമാം പറയാണ്, നല്ല ഫസിയായി സംസാരിക്കാൻ പറ്റിയ ആളുകൾ, കലാമുൻ ഹുൽഹു, മാധുര്യമുള്ള സംസാരങ്ങൾ സംസാരിച്ച് ആളുകളെ വശീകരിക്കാൻ കഴിവുള്ള പണ്ഡിതനെന്ന് പറയുന്നവർ പ്രത്യേകിച്ചും ഈ ഒരു വലിയ മുസീബത്തിൽ കുടുങ്ങിപ്പോയവരാണ്. ഇത് ലാ യസാലു ശൈത്വാനു യുൽഖി ഇലൈഹി. ശൈത്താൻ അവന് പ്രത്യേകം പറഞ്ഞു കൊടുക്കും. ഈ ആലിമെന്ന് പറയുന്ന ചങ്ങായിക്ക് എന്ത്? അന്ന ഫീ വഅലിക ലഹും വദുഖൂലിക അലൈഹിം മാ യുസ്ജിറുഹും അനിൽ ളുൽം.
പിന്നെ മുതലാളിൻ്റെ അടുത്ത് പോകുന്നതിന് ന്യായമുണ്ടല്ലോ. ഇബ്ലീസ് ഇങ്ങനെ തോന്നിപ്പിച്ചു കൊടുക്കും. ഇയാടെ പോയിരുന്ന് ഫോട്ടോ എടുക്കണീനും അയാളെ കൂടെ തന്നെ നിൽക്കണീനും അയാൾ പറഞ്ഞത് കേൾക്കുന്നതിനൊക്കെ ന്യായമുണ്ടല്ലോ. എന്താ ന്യായം? അയാളോട് ഉപദേശിക്കുമ്പോൾ അല്ലെങ്കിൽ അയാളെ അടുത്ത് പോകുമ്പോൾ അയാൾ ചെയ്യുന്ന വേണ്ടാത്തരങ്ങളിൽ നിന്ന് അയാളെ മാറ്റാൻ പറ്റുമല്ലോ. വയുഖീമു ശആഇറ ശറഈ, ശറഇന്റെ കാര്യങ്ങളൊക്കെ അയാൾക്ക് പറഞ്ഞു കൊടുത്ത് അയാളെ നേരെയാക്കാൻ പറ്റുമല്ലോ എന്നൊക്കെ അനക്കിങ്ങനെ പിശാച് തോന്നിപ്പിക്കും. ഇലാ അൻ യുഖയ്യില ഇലൈ അന്ന ദുഖൂല അലൈഹിം മിനദ്ദീൻ. ഇമാം ഗസാലി തങ്ങൾ പറയാണ് റളിയല്ലാഹു അൻഹു, ഇതൊക്കെ പ്രധാനമായൊരു ദീനാണ് എന്ന് വരെ ശൈത്താൻക്ക് തോന്നിപ്പിച്ചു തരും. ആ പിശാച് ഇങ്ങനെ പറഞ്ഞൊരു ധൈര്യമായിട്ട് പോയിക്കോ, അതൊക്കെ ദീനല്ലേ, ദീന് നടത്താനല്ലേ. എന്ത് ദീന്? ദീന് ഇവരായിട്ട് എന്ത് ബന്ധം? അപ്പൊ ഇതൊക്കെ ദീനല്ലേ, ഈ പൊയ്ക്കോ, ഇയാടെ പോകുന്നത് ദീനിന്റെ ഒരു പ്രധാന കാര്യമാണ് എന്ന് എനക്കിങ്ങനെ തോന്നിപ്പിച്ചു തരും. ثم إذا دخل لم يلبث أن يتلطف في الكلام. അയാളുടെ അടുത്ത് എത്തിയാലോ അയാളെ പൈസയും അയാളെ കാര്യങ്ങളും അയാളുടെ ആ ഒരു സാമ്പത്തിക നിലയൊക്കെ ഇങ്ങനെ കാണുമ്പോൾ പോയ ഊക്കൊന്നും എനിക്കുണ്ടാവില്ല. ഇങ്ങനെ സംസാരത്തിലൊക്കെ മയം ചെയ്യാൻ തുടങ്ങും. അയാളൊരു പ്രശ്നമല്ല, അതിനൊക്കെ എന്നെ വകുപ്പുണ്ട് എന്ന് ഈ പറയാൻ തുടങ്ങും. ഈ അയാൾ അമിതമായി പിന്നെ പ്രശംസിക്കാൻ തുടങ്ങും. ഈ പറയും, നിങ്ങൾ ദീനിന് ചെയ്യുന്ന സംഭാവന എത്ര വലുതാണ്, നിങ്ങൾ ദീനുമായി ബന്ധപ്പെട്ട വലിയ ആളാണ്, നിങ്ങളിൻ്റെ കരളിൻ്റെ കഷ്ണാണ്, നിങ്ങൾ ഏറ്റവും ഉഷാറാണ്, നിങ്ങളെക്കുറിച്ച് ഒന്നും പറയാനില്ല എന്നൊക്കെ ഈ പറയാൻ തുടങ്ങും. പണല്ലേ അത് കിട്ടുന്നത്. വഫീഹി ഹലാക്കുദ്ദീൻ, അവിടെ എൻ്റെ ദീന് ഹലാക്കായി, എൻ്റെ ദീന് പോയി, ദീനൊന്നും പറ്റൂല, ഈ ആ ദീനിലില്ലാതായി എന്നർത്ഥം. ദീനുയായിട്ട് ബന്ധമല്ലല്ലോ. ഇത് വലിയ ഫിത്നയാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഇത് നമ്മൾ അടിവരയിട്ട് പഠിക്കേണ്ടതല്ലേ. ഇതിപ്പോൾ മശായിഖന്മാർ ഉപദേശിച്ചുകൊണ്ടിരിക്കൂല ഏത് കാലത്തും. അവരെ മശായിഖന്മാരെ കുതിര കയറിയിട്ട് കാര്യമുണ്ടോ? അത് വലിയൊരു കാര്യമല്ലേ പറഞ്ഞെന്ന് ഗസാലി ഇമാം അടിവരയിട്ട് പറഞ്ഞല്ലേ. എത്രത്തോളം പറഞ്ഞു ദീനാന്നൊക്കെ എനിക്ക് പിശാച് തോന്നിപ്പിച്ചു തരും. ഈ ചെയ്യുന്നത് ദീനിനെ പൊളിക്കലാണ്. ഇതന്നല്ലേ ശൈഖുനയും പറഞ്ഞ്. ഗസാലി ഇമാം മശായിഖന്മാരെ കൂടെ ജീവിച്ച ആലിമ, അതുകൊണ്ടാണ് അവരിൽ നിന്ന് കിട്ടിയ ഇൽമു പറയുന്നത്. ഇനി ബിദായത്തുൽ ഹിദായന്റെ തുടക്കത്തിൽ തന്നെ ഉലമാവിനെ കുറിച്ച് പറഞ്ഞെടുത്ത ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ടാണ്. മിൻ ഗൈരി ദജ്ജാൽ അഖ്വഫു അലൈക്കും മിനദ് ദജ്ജാൽ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആ ദജ്ജാലിൽ ഞാനില്ല. ആ ദജ്ജാലിനെയാണ്, സാക്ഷാൽ ദജ്ജാലിനേക്കാൾ ഞാൻ ഭയപ്പെടുന്നത്. ചോദിച്ചു അവര്, മാഹുവ യാ റസൂലല്ലാഹ്, അവരാരാണ് നബിയേ? ഉലമാ ഉസ്സൂ, ആ വൃത്തികെട്ട ഉലമാ ഉസ്സൂ ആണ്, ദുനിയാവിന് വേണ്ടി ജീവിക്കുന്ന പണ്ഡിതന്മാരാണ്. വഹാദാ ലിഅന്ന ദജ്ജാല ഗായതുഹു അൽ-ളലാൽ, ദജ്ജാലിന്റെ കാര്യമായ പണി എന്താ? ആൾക്കാരെ ളലാലത്തിലാക്കലല്ലേ. വമിസ്ലു ഹാദൽ ആലം വമിസ്ലു ഹാദാ അൽ ആലം അൽ ആലിം, ഈ ദജ്ജാലിനെ പോലെ തന്നെയാണല്ലോ, പിന്നെ ഇതുപോലെ തന്നെയല്ലേ ഈ ആലിമും. വൈൻ സറഫ الناس عن الدنيا بلسانه ومقاله, അവന്റെ വഅലിങ്ങനെ കേട്ടാൽ കേട്ട ആളുകളൊക്കെ ദുനിയാവെന്ന് മാറിപ്പോകും. അത്രയും നല്ല വഅലാണ്. ദുനിയാവിനെ സ്നേഹിക്കരുത്, ദുനിയാവുമായി ബന്ധപ്പെടരുത്, ദുനിയാവ് നശിക്കും, ഇതൊക്കെ ഇങ്ങനെ അയാൾ വഅല് പറഞ്ഞു കണ്ടാൽ ആളുകളൊക്കെ ദുനിയാവിനെ തൊട്ട് തിരിപ്പിക്കും. അവര് ദുനിയാവുന്ന ആളുകൾ ഒഴിവാകാൻ കാരണമാകും വഅല്. പക്ഷേ ഫഹുവ ദാഫിഉൻ ലഹും ഇലൈഹാ ബിഅഅമാലിഹി വഅഹ്വാലിഹി, ഈ ഉലമാ ഉസ്സൂ എന്ന് പറയുന്ന വ്യാജ പണ്ഡിതന്മാർ അവരെ നാവുകൊണ്ട് അവരെന്തോ പറയുന്നുണ്ടെങ്കിലും അവരുടെ പ്രവർത്തനവും അവരുടെ അവസ്ഥകളും ആളുകളെ അടക്കം ദുനിയാവിലേക്ക് തള്ളിവിടുന്നവരാണവർ. ഇതല്ലേ പണി. ഇത്തരം മുതലാളിമാരെടുത്ത് വന്നിരുന്ന് അവർക്ക് വേണ്ടി ഒപ്പിച്ച് ദീൻ പറഞ്ഞ് അവരുമായി മിങ്കിളായി അവരോട് ഒട്ടിച്ചേർന്ന് അവരുടേതായ ആവശ്യങ്ങൾ പരിഗണിച്ചു കൊടുത്ത് ജീവിക്കുന്ന ആളുകൾ, അവരുടെ ഈ പ്രവർത്തനം കൊണ്ട് ജനങ്ങളെ വരെ അവര് ദീനിൽ നിന്ന് മാറ്റി ദുനിയാവിൻ്റെ ആളുകളാക്കുകയാണ്. വഅലും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതൊക്കെ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു തീർത്തു പറഞ്ഞതാ.
മൻ തവാളഅ ലിഗനിയ്യിൻ സ്വാലിഹിൻ ലിഗനാ. ഹബീബായ തങ്ങളെ ഹദീസ് കൊണ്ടുവരുന്നുണ്ട് ഇമാം മസാനി തങ്ങൾ. ബിദായത്തുൽ ഹിദായയിൽ തന്നെ കൊണ്ടുവരുന്നുണ്ട്. ഒരു പണക്കാരന്റെ മുന്നിൽ ഒരാൾ തായ്മയോടെ നിന്നാൽ, അയാൾ പണക്കാരനാണ് എന്നതിന് വേണ്ടി തായ്മ പ്രകടിപ്പിച്ചാൽ, അയാൾ മുതലാളിയാവും, ചിലപ്പോൾ ആലിമാവും സയ്യിദും ആവും. അപ്പോൾ സയ്യിദാണ്, ആ നിലക്കൊരാദരവ്. അല്ലെങ്കിൽ അയാളൊരു ആലിമാണ്, അതല്ല, അയാളുടെ മുതൽ കണ്ടിട്ടൊരാൾ അത് കിട്ടണമെന്ന നിലക്കാണ് തായ്മ പ്രകടിപ്പിച്ചതെങ്കിൽ ദഹബ സുലുസാ ദീനിഹി, അവൻ്റെ ദീനിൻ്റെ 2/3 പോയി എന്നാണ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം മസാലി പറയുന്നുണ്ട് റളിയല്ലാഹു അൻഹു, ആദാ ഫി ഗനിയ്യിൻ സ്വാലിഹ്, നല്ല മുതലാളിൻ്റെ അടുത്ത് പോയാലുള്ള അവസ്ഥ ഈ പറഞ്ഞ ഹദീസിൽ. ഫമാ ളന്നുക ബിൽ ഗനിയ്യിൽ ളാലിം, അക്രമിയായ, മോശമായ, തെമ്മാടിയായ സമ്പന്നരുടെ സമീപത്താണ് ചെല്ലുന്നതെങ്കിലോ അതിൻ്റെ കഥ പറയണോ എന്ന് ഇമാം മസാലി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുക, ഇതൊരു വിമർശനമല്ല, നന്നാകാൻ വേണ്ടി അവർ നമ്മളെ ഉപദേശിക്കുന്നതാണ്. അപ്പം 5 കാര്യങ്ങൾ ഇവിടെ മനസ്സിലായി. 1, പരിശുദ്ധ ദീനിൻ്റെ കാര്യങ്ങൾ അത് സംരക്ഷിക്കുന്ന മശായിഖന്മാർ, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പിൻപറ്റി ദീനിൽ സാമ്പത്തികമായ ആവശ്യങ്ങൾ വരുമ്പോൾ അവർ ആ കാര്യം പറയുന്നു, നിർദ്ദേശിക്കുന്നു. അവരെ അംഗീകരിക്കുന്ന, സ്വീകരിക്കുന്ന ആളുകൾ അതങ്ങനെ തന്നെ നിറവേറ്റുന്നു. 2, അതിൽ മുതലാളിമാരെ പ്രത്യേകം എടുത്തു പറയണം. അവർ ദീനിൻ്റെ വലിയ സഹായികളാണ്. തീർച്ചയായും അത് ആവശ്യവുമാണ്. നല്ല മുതലാളിമാർ അവർ അവരുടെ സമ്പത്ത്, അവരുടെ എല്ലാം അവരാവശ്യമായ സ്ഥലങ്ങളിൽ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കുന്നവരാണ്. അവർ ആലിമിനെ ഇങ്ങോട്ട് നടത്തുന്നവർ അല്ല. 3, ആലിമീങ്ങളാണെങ്കിൽ അവരുടെ നിലപാടിൽ നിന്നോളണം. അതേതാ നിലപാട്? അവർ ദീന് പറയണം, അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യാപൃതരാകണം. അവരെ പണി ഈ പറയുന്ന മുതലാളിമാർക്ക് ദാസവേല ചെയ്യലല്ല, അത് അപകടം ചെയ്യും. അയാളെ ദീൻ തന്നെ പോവും. ദീനൊന്നും പറ്റൂല, ഓല ദീന് പോവും. അപ്പം ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കുക. സ്വഹാബത്തിൻ്റെ പ്രവർത്തനം തന്നെ ത്യാഗമാണ്. അവരുള്ളത് ചെയ്ത് അവർ കൊടുക്കുകയാണ്. അതുപോലെ അവർ അവരെ ജീവൻ വരെ കൊടുക്കുകയാണ്. ഇതൊക്കെ അതൊക്കെ എങ്ങനെ ഒന്നിച്ചു പറയാൻ കഴിയും? 4, ഈ വിഷയം പ്രത്യേകിച്ച് റമദാനിൽ ശ്രദ്ധിക്കണം. റമദാൻ ഓത്തിന് വേണ്ടിയുള്ളതാണ്. അതൊക്കെ മാറ്റിമറിച്ച് പിരിവ് എന്നതൊരു പ്രത്യേക അമലാക്കി നമ്മൾ പോയാൽ അത് അപകടം ചെയ്യും. ഇതാണ് പറഞ്ഞു തന്നത്. 5-മതായി ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. മശായിഖന്മാരുടെ കൂടെ നമ്മളൊരു ഫോട്ടോ വരുമ്പോൾ അതിൽ ഇടങ്ങാറാകുകയും ഈ മുതലാളിമാർക്ക് പാദസേവ ചെയ്യുകയും ചെയ്യുന്നത് വളരെ മോശമാണ്. അത്തരം ആളുകളെ സൂക്ഷിക്കണം, ആളുകളും ശ്രദ്ധിക്കണം എന്ന മെസ്സേജാണ് നമുക്ക് കൊടുക്കാനുള്ളത്. ഈ മെസ്സേജ് മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയതാണ്, ഇമാമിങ്ങൾ നൽകിയതാണ്, മശായിഖന്മാർ പറഞ്ഞതാണ്. അത് തന്നെയാണ് നമ്മുടെ മശായിഖന്മാരും പറഞ്ഞത്. ഈ റമളാനു ശരീഫിൽ ഇത്തരം ഉപദേശങ്ങൾ ശ്രദ്ധിച്ച് നേരായ വഴിയിലേക്ക് വരാനുള്ള വഴികളാണ് നമ്മൾ തേടേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ റമളാൻ ആ രൂപത്തിൽ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മാസമായി സ്വീകരിക്കട്ടെ. അല്ലാഹുമ്മ ജഅൽ ജംഅനാ ഹാദാ ജംഅൻ മർഹൂമാ وتفرقنا من بعده تفرقا معصوما ولا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما. السلام عليكم ورحمة الله وبركاته.